വാർത്തയിലേക്ക്. ഒറ്റപ്പാലത്ത് വൻ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി. നിക്ഷേപകരിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കലാക്കിയ ശേഷം സ്വകാര്യ ചിട്ടി സ്ഥാപനം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയതായാണ് പരാതി. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ കണ്ണിയമ്പുറത്തെ ശാഖ കഴിഞ്ഞ 4 ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്ന നിലയിലാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ചിട്ടി സ്ഥാപനത്തിന്റെ ശാഖ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തും ആരംഭിക്കുന്നത്. ഈ ശാഖയിൽ ചിട്ടികളിൽ ചേർന്ന നിക്ഷേപകരാണ് പറ്റിക്കപ്പെട്ടതായി പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. 100-ലേറെ നിക്ഷേപകരാണ് കണ്ണിയമ്പുറത്തെ ശാഖയിൽ മാത്രമുള്ളത്. ആഴ്ചയിൽ നറുക്കെടുക്കുന്ന ലക്ഷങ്ങൾ തുക വരുന്ന ചിട്ടികളിൽ 2-3 നറുക്കുവീതം പണമടയ്ക്കുന്നവരുമുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ബുധനാഴ്ച പണമടയ്ക്കാനായി എത്തിയ നിക്ഷേപകരാണ് സ്ഥാപനം അടഞ്ഞുകിടക്കുന്നത് കാണുന്നത്. ഇതേ തുടർന്ന് ഇവർ ജീവനക്കാരെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. സ്ഥാപനത്തിന്റെ ഉടമസ്ഥർ പണവുമായി മുങ്ങിയിരിക്കുകയാണെന്ന് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും മറുപടി ലഭിച്ചു. ഇതേ തുടർന്ന് നിക്ഷേപകർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സ്ഥാപനത്തിന്റെ പല ശാഖകളും സമാനാവസ്ഥയിൽ അടച്ചുപൂട്ടിയതായും നിക്ഷേപകർ പറയുന്നു. ഉടമസ്ഥരുടെ പ്രതിനിധികൾ കഴിഞ്ഞ ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലെത്തി കണ്ണിയമ്പുറത്തെ ശാഖയിലെ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോയതായും നിക്ഷേപകർ പറഞ്ഞു. കണ്ണിയമ്പുറത്തുള്ള ഒരു കുറിയുണ്ട്, കാരാട്ട് കുറീസ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഓഫീസിൽ കുറി കയറുന്നുണ്ടായിരുന്നു. 2 നിറക്കുണ്ട്. നമ്മളത് കുറി വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തി നോക്കുമ്പോൾ ഇവര് ഷട്ടറിന് താഴത്ത്, മുകളിലാണ് ഇവരുടെ ഓഫീസ്, താഴത്തെ ഷട്ടറിന് പൂട്ടിട്ട് ശരി. നമ്മളത് എന്താണെന്ന് ഇവിടുത്തെ തൊട്ടടുത്ത കടയിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു തലേദിവസം രാത്രി ഒരു 1:45-2 മണിയോട് കൂടി കമ്പ്യൂട്ടർ സാധനങ്ങൾ മുഴുവൻ കാലിലേക്ക് പോയിരിക്കും. പിറ്റേ ദിവസം രാവിലെ ഇവര് അവിടുത്തെ സ്റ്റാഫുകൾ കൂടിയിട്ട്, മാനേജർ അടക്കമുള്ളവർ കൂടിയിട്ട് അതിന്റെ ഫയലുകളും അതിന്റെ ഡയറികളും ഒക്കെ അവർ ഓട്ടോയിൽ കയറ്റി പോവുകയും ചെയ്തതെന്ന് ഇവിടെ അടുത്തുള്ള കടക്കാർ നമ്മളോട് പറയുകയാണ്. അപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് അറിയുന്നത്. നമ്മളിതിനെക്കുറിച്ച് അന്വേഷിക്കൽ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർക്ക് 10-14 ബ്രാഞ്ച് ഉള്ളത് മുഴുവൻ ഒരൊറ്റ ദിവസം രാത്രി കൊണ്ട് ഇവർ മുഴുവൻ കാലിയാക്കി. 3 മുറികളാണ് ഞാൻ ചേർന്നിട്ടുള്ളത്. ഇവിടെ ഏകദേശം ഒരു 100 പേരോളം ഇവിടെ നിക്ഷേപകരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് മാനേജറെ വിളിച്ചപ്പോൾ. അതുപോലെ നമ്മളിപ്പോൾ 1 ലക്ഷത്തിന്, 2 ലക്ഷത്തിന്, 3 ലക്ഷത്തിന്, അങ്ങനെ 5 ലക്ഷം വരെയുള്ള കുറികൾ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഞാനൊക്കെ ജൂൺ മാസം തുടങ്ങിയിട്ടുള്ള കുറിയാണ്. ജൂൺ മാസം അടവ് തുടങ്ങിയതാണ്. വീക്ക്ലി കളക്ഷനാണ് ഇവിടെ ഉള്ളത്. അതായത് വീക്കിലി പറഞ്ഞ ബുധനാഴ്ച നറുക്കെടുപ്പ്, വ്യാഴാഴ്ച നറുക്കെടുപ്പ്. അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ ബില്ലുകൾ കൊടുക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടമ്മമാരുണ്ട്, സാധാരണ വീട്ടമ്മമാർ, അങ്ങനെ എല്ലാവരും ഈ ഒരു നിക്ഷേപകരിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മാനേജർ വിളിച്ചപ്പോൾ നമ്മൾ ഇവരെല്ലാം എല്ലാ സ്ഥാപനങ്ങളും അടച്ചു പൂട്ടിയിട്ട് എല്ലാവരും എന്താ പറയുക ഇവിടെ നിന്ന് മുങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഞങ്ങൾ നിയമ നടപടികളായിട്ട് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ സ്ഥാപനത്തിന്റെ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ടെന്നാണ് നിക്ഷേപകർ പോലീസിൽ നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ തുക വരുന്ന നിക്ഷേപകർ പണമടച്ചിട്ടുണ്ട്. അടച്ച പണം നഷ്ടപ്പെട്ടുവെന്ന ഭീതിയിലാണ് തങ്ങളെന്നും നിക്ഷേപകർ പറയുന്നു. ഇതൊരു സ്കാമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അത്രയും പ്രതീക്ഷയിലാണ് നമ്മൾ ഈ കുറി കൂടിയത്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അത്രയും അന്നന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ കുറിയിൽ ഒരുപാട് പ്രതീക്ഷ നമ്മൾ ഇതിൽ ചേരാൻ കാരണം. എന്തായാലും നമ്മൾ ഇപ്പൊ പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിപ്പോ സ്റ്റേഷനിൽ കാര്യങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു എത്രത്തോളം നടപടി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉള്ളത്. UTV ന്യൂസ്, പാലക്കാട്.